അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് +1 പബ്ലിക് എക്സാമിലെ നമ്മുടെ ബോട്ടണീൻ്റെ റിവ്യൂ ആയിട്ടാണ്. ബോട്ടണി അല്ല, ബയോളജി, സുവോളജി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബോട്ടണി പാടായിരുന്നു, ബട്ട് സുവോളജി എളുപ്പമായിരുന്നു. ബോട്ടണി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു പാട്, ബാക്കി പിന്നെ കുഴപ്പമില്ല, എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ സുവോളജി നല്ല എളുപ്പമുണ്ട്. ഇപ്പോൾ ബോട്ടണിയിൽ തന്നെ 1 മാർക്കിൻ്റെ അത്യാവശ്യം പാടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ അത്യാവശ്യം പാടുണ്ടായിരുന്നു. ഞാൻ ആൽക്കയാണ് എഴുതിയത്, പക്ഷെ അതല്ല, എനിക്കറിയാം തെറ്റാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 4 എഴുതിയില്ല, 3ഉം 5ഉം എഴുതി. 6 എഴുതി. 6 എനിക്ക് തോന്നുന്നു ഫ്ലജല്ല ആണ്, അത് എഴുതി. 7 എഴുതി. 8, 9, 10 എഴുതി. അതൊക്കെ നല്ല എളുപ്പമായിരുന്നു. ഈ റൈബോസോം 18S റൈബോസോമാണ് ഞാൻ എഴുതിയത്. ഇത് ശരിയാണെന്ന് പറഞ്ഞുകൂടാ, നിങ്ങളതാണ് എഴുതി, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ 11 എളുപ്പമുണ്ടോ, എനിക്ക് തോന്നി 11ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ഇത് ക്രിസ്മസിന് ചോദിച്ചിട്ടുണ്ട്, മോഡലിന് ചോദിച്ചപ്പം ഇതിനും ചോദിച്ചു, 3 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. 13 കുഴപ്പമില്ല. 14 എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ 14 എഴുതിയില്ല. 15 എളുപ്പമായിരുന്നു. 16 കുഴപ്പമില്ല. പിന്നെ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പാട്. ഇതിൽ എയും ബിയും അറിയാമെങ്കിൽ സി അറിയില്ല, എയും സിയും അറിയാമെങ്കിൽ ബി അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇതിൽ 17ാമത്തെ എനിക്ക് അത്യാവശ്യം പാടായിരുന്നു. 18 ഈ ബീൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല. എയും സി എഴുതി, ബി എന്തിനാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ, അത് കുഴപ്പമില്ല, എഴുതാൻ പറ്റും. ഈ 20ലും എനിക്ക് സി അറിയത്തില്ല, എയും ബിയും അറിയാം. അങ്ങനെ ബോട്ടണി കുഴപ്പമില്ല എന്ന് പറയാം, അങ്ങനെ ഒരു ഇതിൽ ഞാൻ എഴുതി. ബട്ട് സുവോളജി എളുപ്പമായിരുന്നു, ഈസി ആയിരുന്നു. സുവോളജി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം, എഴുതി കാണും. സെക്കൻഡ് കുഴപ്പമില്ല. 3rd, 4th, 5th 1 വേർഡൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. 6 മാർക്കിൻ്റെ അത് കറക്റ്റ് ആ ഫിഗർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, കറക്റ്റ് നമ്മൾ ടെസ്റ്റിൽ ഇതേപോലെ തന്നെയാണ്. സോ അത് എളുപ്പമായിരുന്നു. 7ാമത്തതും എളുപ്പമായിരുന്നു. 8 എളുപ്പമായിരുന്നു. 8 എനിക്കറിയത്തില്ല, ഞാൻ കറക്റ്റാണ് എഴുതിയത്, പക്ഷേ ചിലർക്ക് തിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഞാനിപ്പോൾ നമുക്ക് 9 എണ്ണം എഴുതാനുള്ള, ഞാൻ 10 എണ്ണം എഴുതി സുവോളജിയിൽ, എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് 9 എഴുതി. 10 എഴുതി. 11 ഞാൻ എഴുതിയില്ലെങ്കിൽ 11ൽ സിയും ഡിയും ഒരു സംശയം അവിടെ പോയിരുന്നപ്പോൾ, ഞാൻ പഠിച്ചിട്ടാണ് പോയത് സിയും ഡിയും, പക്ഷേ എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് എഴുതിയില്ല. പിന്നെ 12 എഴുതി. 13 എഴുതി. 14 എഴുതി. കാരണം ഇതൊക്കെ ഒരു 1 വേർഡ് മാർക്കിൻ്റെ ആ ഒരു, ഈ 17 തന്നെ 1 വേർഡ് എഴുതാനുണ്ടെന്ന് 17. പിന്നെ നോക്കുകയാണെങ്കിൽ 15 മാച്ച് ദ ഫോളോയിങ് എളുപ്പമായിരുന്നു. ഈ 16 ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അറിഞ്ഞൂടെന്നും പറഞ്ഞ് വിട്ടേണ് കേസ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ഞാൻ അത് എഴുതി കേട്ടോ. പിന്നെ 17 എഴുതി. 18, 19 എഴുതി. 20 എഴുതിയില്ല, കാരണം 20 എനിക്ക് ഈ പൂമ്പാറ്റ ഏത് സൈലത്തിൽ വരണമെന്ന് എനിക്കറിയാമല്ല, ഫൈലത്തിൽ വരണമെന്ന് അറിയത്തില്ല. സോ ഞാൻ അത് എഴുതിയില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, സുവോളജി എളുപ്പം ബോട്ടണി പാടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ശരി, ബൈ.